പടച്ചവനെ പണ്ടുള്ളവര് മഗ്രിബ് കഴിഞ്ഞ ഖുർആൻ ഓതുമായിരുന്നല്ലോ. ഇന്ന് സീരിയലിന്റെ ലോകമല്ലേ. തന്റെ മക്കളോട് ഖുർആൻ ഓതാ പറയാറില്ല. അവിടുന്ന് പറയും പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, ട്യൂഷന് പഠിക്കണമല്ലോ, സ്കൂളിലെ പഠിക്കണമല്ലോ. ഖുർആൻ ഓതാൻ സമ്മതിക്കുന്നില്ല. അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? മക്കള് നല്ല നിലയിലെത്താരാ, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാനാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ മരണത്തോട് മല്ലിച്ചുകൊണ്ട് കിടക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, കൂടെ ഒരുപാട് സ്വഹാബികളുണ്ട്. എല്ലാവരും കൂടെ വീടിനകത്ത് കടന്നു വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് വന്നു. എന്നിട്ട് റബ്ബേ, കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാ. കുറച്ചു പൈസ എടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലല്ലോ, മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ഈ പൈസ അവർക്ക് ആവശ്യമാകുമല്ലോ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഹാബിയോട് പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, പെൺമക്കളാണല്ലോ, അവരെ വിവാഹം കഴിച്ച് കൊടുക്കണമല്ലോ, ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് സഹായിക്കുമ്പോ അവിടുന്ന് കരയുകയാ. അവിടുന്ന് കരയുകയാ. എന്തിനാ ഇബ്നു മസ്ഊദേ കരയുന്നത്? ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? പെൺമക്കള്, പെൺമക്കളുള്ള മാതാപിതാക്കള് പഠിച്ചോ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെൺമക്കളുടെ വിഭാഗം എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം എന്തെന്നറിയുമോ? വാഹിബിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത ആ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, എന്റെ പെൺമക്കൾ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരൂല, എന്റെ മക്കളുടെ വിഭാഗത്തിന് പിരിവെടുക്കണ്ട, ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട കാര്യമില്ല, എന്റെ മക്കൾ വാഖിഅ ഓതുന്ന അഭിമാനത്തോടു കൂടി പറയുമ്പോ കഴിയുമോ പെങ്ങള്? അതുകൊണ്ടാണ് ഒരെണ്ണമല്ലേ നിനക്ക് കെട്ടിച്ചു കൊടുക്കാറുള്ളത്, നിനക്ക് ഉറക്കമില്ലല്ലോ, നിനക്ക് സമാധാനമില്ലല്ലോ. മക്കൾ ഉമ്മയോട്, മക്കളോട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയുമോ? ഇന്ന് പല സ്ഥലങ്ങളിലും വഴുതിന് പോകുമ്പോ സംഘാടകർ പറയുന്ന ഉസ്താദേ, കഞ്ചാവിനെ കുറിച്ച് പറയട്, മയക്കുമരുന്നിനെ കുറിച്ച് പറയട്, ചെറുപ്പക്കാര് കഞ്ചാവ് കച്ചവടം നടത്തുകയാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഹറാമായ വഴികൾ സ്വീകരിക്കുകയാ. പെങ്ങള്, മക്കളെ നശിപ്പിച്ചതാരാ? ഉമ്മ, നീയാണ് പെണ്ണ്, മക്കളെ നശിപ്പിച്ചത് നീയാ. കാരണം ചെറിയ മക്കളുടെ ഹൃദയത്തില് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയാടി പൊന്നുമോളെ. ചെറിയ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം, ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി നീയാകണം. ഗണം ഗണം ഗണം. പേരെന്താ? മുജീബ് കൗടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു മനുഷ്യന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാര് കൊച്ചു മക്കളോട് പറയുന്നത് എന്താ? എന്താ മോനെ, നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജയിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ.
എങ്കിലേ നല്ല ശമ്പളം കിട്ടും. ഉമ്മ 10 വയസ്സുള്ളവനോട് 15 വയസ്സുള്ളവനോട് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഉമ്മയും ബാപ്പയും പറഞ്ഞു കൊടുക്കുന്നു, മക്കളോട് പറയുകയാ, പൈസ ഉണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മക്കള് അങ്ങനെ പഠിച്ചു, അവസാനം പൈസ ഉണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടം നടത്തുക. നിന്റെ മക്കളെ പിഴപ്പിച്ചത് നീയാ പെണ്ണെ. നിന്റെ ആർത്തി, നിന്റെ അത്യാഗ്രഹം. 10ാം ക്ലാസ്സിലും +1നും +2നും പഠിക്കുന്ന മക്കൾ, 18ഉം 20ഉം വയസ്സുള്ള മക്കള് മയക്കുമരുന്ന് കഞ്ചാവ് അടിച്ച് നടക്ക. നിന്റെ ആർത്തിയാടി നിന്റെ മക്കളെ പിഴപ്പിച്ചതല്ലാതെ വേറെ ആരുമല്ല. ചെറിയ മക്കളോട് പണത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് നീയാ, നിന്റെ അത്യാഗ്രഹം. എങ്കിൽ എന്തുകൊണ്ട് നീ ചരിത്രം നോക്കുന്നില്ല? മഹാനായ സഹാബികളുടെ ചരിത്രം അറിയുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. എത്രയോ സഹാബികൾ, മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം വായിച്ചിരുന്നെങ്കിൽ നിനക്കിങ്ങനെ പെരുമാറാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി, ഒരു സ്വഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചു. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചു. എന്നിട്ട് തന്റെ മക്കളോട് പറഞ്ഞു, വാപ്പയുടെ മരണമെടുത്തു. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾക്കൊക്കെ മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഥയാ ഞാൻ പറയുന്നേ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ മഹത്വം അറിയണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ അബൂദർ ഇങ്ങനെ നടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു മുന്നിലൂടെ നടന്നുപോയി. ഈ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചു, നബിയെ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയെ? ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഞാൻ ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഈ വഅദിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിലെ ഒരാൾ പോകുമ്പോ ഞാൻ ചോദിക്കാതെ പോണ അബൂബക്കർ അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ചങ്ങാതിക്ക് എങ്ങനെ ഇയാൾ അറിയാം? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബി, ആ പോകുന്നത് അബൂദർ അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് തെള്ളിപ്പോയി. അവിടുന്ന് ചോദിച്ചു, ജിബ്രീലെ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം? ഈ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം നബിയെ. എനിക്ക് മാത്രമല്ല, ഇന്നഹു ലഫീ മലകൂത്തി സമാവാതി സബഉ ഫിൽ അശ്ഹറു ഫിൽ അർളി. 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ആ സഹാബിയുടെ പേര് പറയും. ഈ അബൂദറിനെ 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്രയ്ക്കും മലക്കുകൾ ഇഷ്ടപ്പെട്ട സഹാബി. ഈ സ്വഹാബിക്ക് ഒരു സ്വഭാവമുണ്ട്, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല. എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കും. ഇതാ സ്വഭാവം. അവസാനം അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിച്ചു, മക്കളെ, വാപ്പാനോട് വെറുപ്പ് തോന്നരുത്, നിങ്ങൾ ഉപ്പാനെ വെറുക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ഇന്നു വരെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി വാങ്ങാനുള്ള പൈസ ഒരു ഈ വീടിനകത്തില്ല. വാപ്പ പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് എന്റെ കഫൻ തുണി വാങ്ങാനുള്ള പൈസ പോലും ഈ വീടിനകത്തില്ല. ഒരു കീറാത്ത തുണി ഈ വീടിനകത്തില്ല എന്റെ മയ്യത്ത് പൊതിയാൻ. ഇതാ പണ്ടത്തെ നമ്മൾ ആരെങ്കിലും ഈ പ്രായമുള്ള ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു മകൻ വാപ്പാടെ അടുക്ക പോയിട്ട് ടാബ് വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാറില്ല. എനിക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? ആ മകൻ അറിയാം എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. പണ്ടുള്ളവർ 20-30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളും വീട്ടിൽ പോയിട്ട് എനിക്ക് മൊബൈൽ വേണം, എനിക്ക് ടാബ് വേണം, എനിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടില്ല. കാര്യം അവർക്കറിയാമായിരുന്നു അവരുടെ കയ്യിൽ, ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന്. നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കും. കടം പേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുക്കും. അവസാനം അവൻ ചോദിച്ചത് വാങ്ങിക്കൊടുക്കാതെ വരുമ്പോ റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ചിട്ട്
അവൻ ഫാനി കെട്ടി തൂങ്ങിച്ചാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടെന്നറിയോ? പണ്ടുള്ള പെണ്ണുങ്ങള്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലിട്ട് ഉമ്മ പറയും, മോനെ ഇതേ ഉള്ളു മോനെ, വേറെ ഒന്നും ഇല്ലടാ, ഇത് തന്നെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് താഴെ വീണ ഭക്ഷണം പോലും എടുത്തു തന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നോ ഒരു പാത്രം ചോറെടുത്തിട്ട് കൊണ്ട് വലിച്ചെറിഞ്ഞാലും നമ്മുടെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു കൊടുക്കണം, സഹോദര, നിന്റെ ജോലി എന്താ, നിന്റെ ശമ്പളം എന്താ, നീ എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് എന്ന് നിന്റെ മക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കും. മോനെ, രാവിലെ മുതൽ ഉച്ചവരെ വെയിൽ കൊണ്ട് ഈ ഉപ്പ കടന്ന് തന്റെ രക്തം വിയർപ്പാക്കി കിളച്ചാൽ എനിക്ക് കിട്ടുന്നത് 600 രൂപയാടാ. പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. ഉപ്പാവൻ ഉപ്പാടെടുക്കൽ വന്നിട്ട് ചോദിക്കുമ്പോ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, കഫൻ തുണി വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്നാൽ ഒരു തുണിയെടുത്ത് പൊതിയാമെന്ന് വെച്ചാൽ കീറാത്ത ഒരു തുണിയും ഈ വീടിനകത്തില്ല. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട. അപ്പോഴും ആ സ്വഹാബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വെള്ള തുണി വെച്ച് പൊതിഞ്ഞിട്ട് റോഡിൽ കൊണ്ടുപോയി വെക്കണം, വഴിയിൽ കൊണ്ടുപോയി വെക്കണം. കാരണം ആ സ്വഹാബിയുടെ വീടിന്റെ അടുക്ക് വേറെ ആരുടെയും വീടില്ല, ഒറ്റയ്ക്കൊരു വീട്. നാട് കടത്തപ്പെട്ടതാണ് ഈ സ്വഹാബിയെ. എന്തിന്റെ പേരിൽ? പൈസ സൂക്ഷിക്കുന്നവന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വഅ്ള് പറഞ്ഞതിന്റെ പേരിൽ. കൊട്ടാരം പണിതവന്മാർ, സമ്പാദ്യം കൂട്ടിവച്ചിരിക്കുന്നവരുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയും, കൊടുക്കടാ പാവങ്ങൾക്ക്, ഇല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ അല്ലാഹു പരലോകത്ത് വെച്ചത് തൂക്കിയിടും. ഇങ്ങനെ പരാതി കാരണം നാട് കടത്തപ്പെട്ട സ്വഹാബി, ഈ സ്വഹാബിയുടെ മയ്യത്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് റോഡിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വഴിയോരത്ത് കാത്തു നിൽക്കണം. ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരെ കണ്ടാ പറയണം, കഫൻ തുണിയാണ് ഈ കിടക്കുന്നത്, സ്വഹാബിയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി. വാപ്പ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക്. അബൂ ദർ റളിയല്ലാഹു തആല അവിടെ നിന്ന് മരണപ്പെട്ടു. മക്കൾ കുളിപ്പിച്ചു. അവിടെ നിന്ന് ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചിട്ട് ഈ മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ഒരുപാട് കാത്തു നിന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാ. ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉംറ കഴിഞ്ഞു വരികയാണ്. ഈ മക്കൾ ഇങ്ങനെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയ, കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ല. ഞങ്ങളുടെ ഉപ്പയെ കഫൻ പൊതിയാൻ ഒരു തുണി പോലും ഞങ്ങളുടെ വീടിന്റെ അകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് നിങ്ങൾ കബറടക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണെന്ന് പറഞ്ഞപ്പോ സൽമാൻ തങ്ങൾ ചിന്തിച്ചു, ആരാ അല്ലാഹ് ഇത്രയും ദരിദ്രൻ, ഇത്രയും പാവപ്പെട്ടവനായ സഹാബിയാരാ, ഇത്രയും ദരിദ്രനായ സഹാബിയാരാ? മഹാനായ സ്വഹാബി, മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തി നോക്കിയപ്പോൾ കിടക്കുന്നു മഹാനായ അവിടുന്ന് സ്വഹാബി കിടക്കുന്നു മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാ സൽമാൻ തങ്ങൾ പറഞ്ഞത്, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തിയല്ല പഠിപ്പിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തന്റെ ഭർത്താവിനോട് ഹറാമായ പണം ഉണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നിനക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ നിന്റെ പെൺമക്കൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മക്കളെ അന്തസ്സോടുകൂടി കെട്ടിച്ചു വിടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പെൺമക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്തുൽ വാഖിയ പഠിപ്പിക്കുക, സൂറത്തുൽ വാഖിയ ഓതാൻ പഠിപ്പിക്ക്. എന്നിട്ട് പറയണം, ബാപ്പാ, നിർബന്ധമായിട്ടും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഈ വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിയ ഓതിയിരിക്കണം, നിർബന്ധമായിട്ടും ഓതിയിരിക്കണം. അങ്ങനെ നീ ഓതിപ്പിക്കുന്ന ഒരു വാപ്പയായാൽ നിനക്ക് ടെൻഷൻ വേണ്ട, നിനക്ക് പേടി വേണ്ട. ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതി അല്ലാഹു വരുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ കരയുകയാ,
എവിടെ ഇരുന്നെന്നറിയുവോ? നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. നിന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ കരഞ്ഞാൽ ആ വീടിന്റെ അകത്ത് സമാധാനമുണ്ടാകുമോ? ആ വീടിനകത്ത് സന്തോഷമുണ്ടാകുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഖുർആനിന്റെ ആയത്തുകൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നാൽ ഇവിടെ ഇറങ്ങി പോകുമ്പോ സർവ്വതം തീർന്നല്ലോ. പടച്ചവനെ ഇത്രയും നേരം പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലോ. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് ഇടുക്കമുള്ള ജീവിതമാണ്. ഈ ദുനിയാവ് നിനക്ക് നഷ്ടപ്പെടുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഖുർആൻ പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിനക്ക് കണ്ണ് കാണുന്നില്ല, നിനക്ക് കണ്ണ് കേൾക്കൂല, നിനക്ക് കണ്ണ് കാണൂല. പഠിച്ചവരെ അന്ധയായി കണ്ണ് കാണാത്തവളെ പോലെ, ചെവി കേൾക്കാത്തവരെ പോലെ നീ നാളെ പരലോകത്തെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവേ വിളിച്ചു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലാ, ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാ, ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ആ സമയത്ത് പറയുകയാ, കാലകദാലിക കാലകദാലിക അതതുക ആയാതുനാ വനസീതഹാ. പടച്ചവനെ മറന്നു കളഞ്ഞല്ലോ. പലതും പറഞ്ഞിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തന്നപ്പോ കേൾക്കാത്തവരെ പോലെ, അന്ധയെ പോലെ നീ നടിച്ച് നടന്നവനല്ലേ. അല്ലാഹു അവിടെയും നിന്നെ അങ്ങനെയാക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, അതിന് നൽകേണ്ട സ്ഥാനങ്ങൾ നിങ്ങൾ നൽകണേ. അല്ലെങ്കിൽ പടച്ചവരെ, അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയാ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കി കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏഴാമത്തെ ശിക്ഷ എന്താ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഏഴാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അതാ ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم ومن أيمانهم وعن شمائلهم ولا تجدوا أكثرهم شاكرين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യ, നിന്നെ അല്ലാഹു പിശാചിന്റെ കൂട്ടുകാരനാക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിന്നെ പിശാചിന്റെ കൂടെ എങ്ങനെ എഴുതി തള്ളുകയാ. അല്ലാഹു ശപിക്കപ്പെട്ടവര് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ, അല്ലാഹു ശപിച്ചതുപോലെ അല്ലാഹു നിന്നെ അങ്ങ് എഴുതി തള്ളുകയാണ്. പടച്ചവൻ നിന്നെ കൈവിടുകയാ. അല്ലാഹു നിന്നെ ഇബ്ലീസിന്റെ കൂട്ടത്തിൽ പെടുത്തുകയാ. പടച്ചറപ്പ് നിന്നെ ഇബ്ലീസിന്റെ കൂട്ടുകാരനാക്കുകയാ. പിന്നെ രക്ഷപ്പെടുമോ? പിന്നെ രക്ഷപ്പെടുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നിസാരമാക്കരുത്. ഇബ്ലീസ് നിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇബ്ലീസാണ് നിന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കി കളഞ്ഞ അല്ല നിന്നെയും അവന്റെ കൂടെ എഴുതി തള്ളും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശൈത്താൻ അല്ലാഹു എഴുതി തള്ളിയില്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാഹ് ഞാനാണ് ആദമിനെക്കാളും വലിയവനെന്ന് പറഞ്ഞപ്പോ അല്ലാഹു അവനെ എഴുതി തള്ളിയതുപോലെ നിന്നെയും അല്ലാഹ് തള്ളിക്കളയും അവന്റെ കൂട്ടത്തിൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ആ പിശാചിന്റെ ചതിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളിപ്പോഴും മജ്‌ലിസുൻ നൂർ, ഇന്നിവിടെ മജ്‌ലിസുൻ നൂർ നമ്മൾക്ക് ദാഹം ഔത്തത് കൂട്ടിയിടും. പിന്നെന്താ പറട ചങ്ങായി? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ല ഈനവൻ അട്ടുവാൻ ബദിരീങ്ങളാൽ തുണറപ്പന. സഹോദരങ്ങൾ, ആ ശപിക്കപ്പെട്ടവന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എഴുതിക്കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമായി നമ്മുടെ വീട്ടിലും നമ്മുടെ ശരീരത്തിലും പിശാച് കയറിയിരിക്കുക. നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീടിന്റെ അകത്തും ഇബ്ലീസും മക്കളും നമ്മുടെ വീടിനകത്തും നമ്മുടെ ശരീരത്തിലും കയറിയിരിക്കുന്നുണ്ട്. അവരെ ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരെ ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? ഇറക്കി വിടണോ? എങ്ങനെ ഉസ്താദേ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ചങ്കല്ലേ? ഞാനും ശൈത്താനും തമ്മിൽ അത്രയും വലിയ ബന്ധമാണ്. എങ്ങനെ? ചിലര് കണ്ടില്ലേ, ഹജ്ജിന് പോകുമ്പോ ജംറയിൽ പോയി കല്ലെറിയണം. ഹജ്ജിന് പോയി ജംറയിൽ പോയി ചിലര് കല്ലെറിയുമ്പോ ഇബ്ലീസ് തന്നെ ചോദിക്കാളിയ നമ്മൾ തമ്മിൽ ഇത് വേണോ? നീ എന്നെ എറിയുന്നോടാ, കാരണം രണ്ടെണ്ണം അങ്ങനെ. ഇബ്ലീസുമായിട്ട് ചിലർക്ക് വല്ലാത്തൊരു ബന്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തും നമ്മുടെ വീടിനകത്തും കൂടിയിരിക്കുന്ന ഇബ്ലീസിനെ നമുക്ക് ഇറക്കി വിടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടണ്ടേ? ഇറക്കി വിടണോ? മന്ത്രവാദം ഒന്നും ചെയ്യണ്ട, പേടിക്കേണ്ട, പൈസ ചെലവൊന്നുമില്ല. ഇബ്ലീസിനെ വീട്ടിനകത്ത് നിന്ന് ഇറക്കി വിടണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇറക്കി വിടാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ? ഇറക്കി വിടാൻ ആഗ്രഹമുണ്ടോ? എന്ന് കൈപൊക്കി. ശരി, ബക്കറ്റ് എടുക്ക്. ആദ്യം നീ ഇവിടെ നോക്കട്ടെ, നീ പറ്റുമോന്ന്. ഓസിന് കിട്ടിയിട്ട് കാര്യമില്ല. ആ പൊക്കിയ കൈ നീ പോക്കറ്റിൽ ഇടുമ്പോ 70 ശൈത്താൻ കയ്യെ പിടിക്കും. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാര് നിന്റെ കയ്യെ പിടിച്ചിട്ട് പറയും, കൊടുക്കരുത്, കൊടുക്കരുത്, കടം വരും, ദാരിദ്ര്യം വരും, മക്കളെ കിട്ടിക്കണം, കച്ചവടമൊക്കെ കൊറോണയുടെ ലോക്ക്ഡൌൺ വരാൻ പോകുന്നു, പ്രയാസമാ, കൊടുക്കരുതെന്ന് പറഞ്ഞ് 70 എണ്ണം കയ്യെ പിടിക്കും. 70 എണ്ണത്തിന് തള്ളി താഴെ ഇട്ടിട്ട് 1 രൂപ സദഖ കൊടുക്കാൻ പറ്റൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് പടച്ചവനെ, ഇന്ന് അവനെ പരാജയപ്പെടുത്തിയ മരിക്കുന്ന സമയത്ത് നമുക്ക് പരാജയപ്പെടുത്താം. ഇന്ന് ഈ ബക്കറ്റുമായിട്ട് ഇവരാരും വീട് വെക്കാനോ പുട്ടടിക്കാനോ അല്ല, പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല സദഖ ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. എല്ലാരും ഉള്ളവരും ഇല്ലാത്തവനോട് പോക്കറ്റ് കൈയിടോ. എല്ലാരും ഇട്ടോ. ഉണ്ടോ ഇല്ലേ എന്നല്ല, ചുമ്മാതെ ഒന്ന് പോക്കറ്റ് കൈയിട്ടോ. ഇട്ടതിന്റെ പ്രതിഫലെങ്കിലും കിട്ടും. ആ പോക്കറ്റ് നീ കൈയിട്ടല്ല ഒരു നന്മ കേട്ടപ്പോ പടച്ചവനെ ഉണ്ടോന്ന് നോക്കിയ പ്രതിഫലം നിനക്ക് കിട്ടും. കൈകെട്ടി ഇരിക്കരുത്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഇവൻ ഉണ്ടായിട്ട് കൊടുത്തില്ല അല്ലാ, നീ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. 8ന്റെ പണി കിട്ടും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ബക്കറ്റുമായി ഇതിന്റെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കും. ഇതിനകത്ത് നീ എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് ദുആ ചെയ്യും, നീ ഇവന് വാരിക്കോരി കൊടുക്കണേ അല്ലാ. നീ കൊടുത്തില്ലെങ്കിൽ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീയും അങ്ങ് പിടിച്ചു വെക്കണം. ഗൾഫിൽ നിന്നുള്ള വരവങ്ങ് നിൽക്കും, കടയിൽ നിന്നുള്ള ലാഭം അങ്ങ് നിൽക്കും. എന്തിനാ വെറുതെ പണി വാങ്ങണേ? എല്ലാരും ഒരു സദഖ എടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. റഹ്മറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യമാനായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഇവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബ്ലീസിനെ നിന്റെ വീടിനകത്ത് നിന്ന് ഇറക്കി വിടണോ. നിന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന പൈശാചിയ ഇബ്ലീസിനെ പിശാചിനെ നിനക്ക് ഇറക്കി വിടണോ. അതിന് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാണ്. നിങ്ങളെ വഅദ കഴിയുന്നതിന് മുമ്പ് ഈ സദസ്സിൽ നിന്ന് കൊണ്ട് ഓതിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാ. എല്ലാവരും വഅദ കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോ ഈ പറയുന്ന ആയത്ത് നിങ്ങൾക്കും ഓതാൻ പറ്റുമോ? ഈ പറയുന്ന ഒരായത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? ഈ ആയത്ത് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് ഓതിക്കഴിഞ്ഞാ ആ വീടിനകത്തിരുന്ന ഇബ്ലീസ് ചാടുകയാണ്. അവിടെ നിന്ന് വിളിക്കുകയാ, മക്കളെ വിളിക്കുകയാണ്. നിന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാ, ഇന്ന് നമുക്കിവിടെ കിടക്കാൻ പറ്റൂല, ഇന്ന് നമുക്കിവിടെ കിടക്കാൻ പറ്റൂല, ഇന്ന് നമ്മൾ ഈ വീടിന്റെ പുറത്താ. ഇബ്ലീസ് തന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ ആയത്ത്, ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഇത് ഓതിയ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും സ്ഥലം വിട്ടോളാൻ, എല്ലാം ഇറങ്ങിപ്പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ വീട്ടിൽ പോയിട്ട് പിന്നെ ഓതാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇറങ്ങട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യം ഇവിടെ ഇരുന്നിട്ട് ഓതണം. ഏതായത്ത് പറചങ്ങാതി, ഏതായത്ത്? സമയം എന്തായി? വാച്ചി 10:50. അൽഹംദുലില്ലാ. വാച്ചി നോക്കുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ. ഈ ചങ്ങാതി ചവിട്ടാനുള്ള പരിപാടി ഒന്നും കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തിയേക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരായത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓതുവോ ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഏതായത്ത്? ആയത്തുൽ കുർസി. ഏതായത്ത്? ആയത്തുൽ കുർസി. ഓതാനറിയോ? ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഓതിയോ? ഇറങ്ങിപ്പോയോ? കോട്ടുവായിട്ടായിരുന്നു ഇറങ്ങി ഓടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതുമ്പോ ഇബ്ലീസ് വിളിക്കും, ചാടി എഴുന്നേക്ക് പോയേക്ക, ഇന്ന് ഇവിടെ പറ്റത്തില്ല, ഇന്ന് ഈ വീടിനകത്ത് ഉറങ്ങാൻ പറ്റത്തില്ല, മക്കളെ എഴുന്നേക്ക്. അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചുണർത്തിയിട്ട് വീടിന്റെ മുകളിൽ കയറും. അപ്പൊ ഇബ്ലീസ് പറയും, ഒന്ന് നിൽക്ക്, എന്തായാലും ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട്ടിൽ പോകണം, ഒന്ന് നിക്ക്, തിന്നാൻ വല്ലതും കിട്ടുമോ നോക്കാം, കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ വീടിനകത്ത് കയറി ബിസ്മി പറയാതെ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ച ഇബ്ലീസ് പറയും, വാ കുടിക്കോ, ഇന്ന് ഭക്ഷണമുണ്ട് കേട്ടാ, ഉറങ്ങാൻ പറ്റൂല, ഭക്ഷണമുണ്ട്, തിന്നോളെ. നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്ന സമയം ബിസ്മി പറഞ്ഞ ശൈത്താൻ മക്കളോട് പറയും, ഇന്ന് ഒന്നുമില്ല, കാനായുമില്ല, ഒന്നുമില്ല, പൊക്കോടാൻ. അള്ളാഹു ഇറക്കി വിടും, ഇറങ്ങിപ്പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഖുർആൻ എന്ത് നിങ്ങൾ ഓതാത്തെ? ഈ സൗദിയിലൊക്കെ മക്കത്തും മദീനത്തുമൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീഡിയോകൾ, നിസ്കാരത്തിൽ ഓതുന്ന വീഡിയോകൾ മൊബൈലുകളിൽ ഉണ്ടല്ലോ. എന്തേ ഒന്ന് കേട്ടു നോക്ക്, കരയുന്ന കരച്ചിൽ കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നാര സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എന്തേ നീ കരയാത്തെ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുർആൻ ഓതിയ കരയണം, ഖുർആൻ ഓതിയിട്ട് കരയണം. ഇന്ന് വരെ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ?
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? സീരിയൽ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് ഉസ്താദേ. അടുത്ത് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു താത്ത കരയുന്നുണ്ട്, മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പടച്ചോനെ ആരെങ്കിലും മരിച്ചോ അല്ലെങ്കിൽ വയ്യാതായിട്ടുണ്ടാകും, അതുകൊണ്ടാ കരയണേ. ഒന്നും പിടികിട്ടണില്ല. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലായി ഇത് സീരിയൽ കണ്ടിട്ട് കരയാ. ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരയ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരവസരമുണ്ട്. എഴുന്നേറ്റ് പോകേണ്ടവര് പോകട്ടെ, ധൃതിയുള്ളവരൊക്കെ പോകട്ടെ, അല്ലാതെ എല്ലാവരും എഴുന്നേറ്റ് പോകേണ്ടവര് പോകട്ടെ. എഴുന്നേക്ക്. ഇടയ്ക്ക് പോകുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ റാഹത്തല്ലേ. ഇനി കസേര വന്ന് നീട്ടി ഫ്രണ്ടിലോട്ട് കയറട്ടെ. അത്യാവശ്യമുള്ള അങ്ങ് പൊക്കോളൂ. ആ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറി. റഹീം നീ എന്താ പോകേണ്ടവര് പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ, കയറി. ചങ്ങായി ഈ മൈക്ക് താഴ്ത്തി വെച്ച് തരുമോ? ഞാൻ ഇരുന്നോട്ടെ. 2-3 ഉറക്കമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് തല കറങ്ങാനുണ്ട്. ഇരുന്നോട്ടെ. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് വാ, ഓടി വാ, നീയും വാ. ഇങ്ങോട്ട് കയറിക്കോ. കുറ്റിയിലടിച്ച് വീടരുത്, ഇങ്ങോട്ട് കയറിക്കോ. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് ആ ചിങ്ങക്കണ ചങ്ങായിമാരൊക്കെ എല്ലാവരും പെട്ടെന്ന് ഒരു 3 സ്വലാത്ത്. പോകേണ്ടതൊക്കെ പോകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ആ നിക്കണ ചങ്ങാതിമാരൊക്കെ ഒന്ന് കയറിക്ക. ആ തടിച്ചിട്ട് അവന്റെ പേരെന്താ? എന്താ സർവർ? അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. സർവർ എന്ന പേരുള്ള ഒരു സാധനം ഇല്ലേ? എന്താ കമ്പ്യൂട്ടറിൽ കണ്ടല്ലടാ? എന്തോ ഇല്ലേ അല്ലേ? എന്തിനാ കമ്പ്യൂട്ടറിൽ? എന്റെ സർവർ എന്താ? വാങ്ങുവാ. നീ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സാധാരണ ഒരു വയലിന് പോയ സ്റ്റേജിൽ സ്ഥലം കിട്ടില്ല. ഇവിടെ ആരുമില്ല, മലക്കുകൾ മാത്രമേ ഉള്ളൂ. ഇരിക്കണം. ആ സ്വാഗതം പറഞ്ഞ അങ്ങാതി എന്ത്? ഓൻ കഴിക്കാൻ വയ്ക്കാൻ തങ്ങൾ വരുത്തില്ല. അപ്പൊ ഇന്നത്തെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ ഓതുമ്പോ കരയണം. കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നമുക്കാർക്കെങ്കിലും വരുമോ? ഈ പറയണ ഞാൻ പോലും കരയാറില്ല. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ കരയാറുണ്ടോ? കരയാറില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി വന്നു. സഹാബത്തിന്റെ ഇടയിൽ കയറി വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ ഓത്. സഹാബി അങ്ങോട്ട് ഓതാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബികൾ മുഴുവൻ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മുത്തുനബി ഇരുന്ന് കരഞ്ഞു. ഓതി അങ്ങോട്ട് തീർന്നപ്പോ ചോദിച്ചു, നിങ്ങൾ ആരും കരയാത്ത എന്താ? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. ഒന്നുകൂടെ ഓതു. സ്വഹാബി അവിടെ നിന്ന് രണ്ടാമത് മോദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ ചില സഹാബികൾ കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അഭിനയിക്കുക. നിങ്ങൾ കരയണ്ട, കരയുന്നവരെ പോലെ നിങ്ങൾ അഭിനയിക്കുക. മൂന്നാമത് മോദി. സ്വഹാബത്ത് ഓതി, മുത്തുനബി ഓതി. അള്ളാഹുവിന്റെ റസൂലും കൂടെ ഇരുന്നവർ കരയേണ്ടവർ കരഞ്ഞു, അല്ലാത്തവർ അഭിനയിച്ചു. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിച്ചാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാനെങ്കിലും പറ്റുമോ? കരയണ്ട. ഒന്ന് കരയുന്നവരെ പോലെ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക. അഭിനയിച്ചാൽ അള്ളാഹു നിന്റെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കരയൂ. അഭിനയിക്കോ? കരയണമെന്ന് ഞാൻ പറയൂല, അതിന് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന്റെ യോഗം വേണം. അള്ളാഹുവേ, ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്വഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഒരു സ്വഹാബി ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു. എങ്ങനാ മരിച്ചേ? എന്ത് ചെയ്തിട്ടാ മരിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുന്ന കേട്ടപ്പോഴാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചേ. നമ്മളോ മട്ടൻ മന്തിയും ആ മന്തിയും ഈ മന്തിയും തിന്നിട്ട് കൊഴുപ്പ് കൂടിയിട്ട് നമ്മൾ മരിക്കും. നമുക്ക് അറ്റാക്ക് വരും. തിന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് അവസാനം നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ ഓതി നോക്ക്. അതിന്റെ അർത്ഥം വായിച്ചു നോക്ക് പോയിട്ട്. ഏത് നന്നാകാത്തവനും നന്നാകും, ഏത് തലതിരിഞ്ഞവനും നന്നാകും. ഈ സൂറത്ത് ഓതിയാ മതി. അവന്റെ തലയിൽ ഓതിയിട്ട് ഊത്. ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ തലയുടെ നെറ്റിയിൽ ഊതിക്കൊടു. അവൻ നന്നാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു തകാസുർ ഓത് സഹോദര. എന്തേ കരയും? നമ്മൾക്ക് എന്തേ പറ്റാത്തെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമുക്ക് കരയാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞു മരിച്ചുപോയി എത്രയോ സ്വഹാബത്തിന്റെ കഥ കേട്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഒരു അടിമയുണ്ടായിരുന്നു. അല്ലാഹുവേ, ജനങ്ങൾ വന്നിട്ട് ഇമാം മാലിക് തങ്ങളോട് പറയുന്നു, തങ്ങളെ, അങ്ങയുടെ വീട്ടിലുള്ള അടിമയുണ്ടല്ലോ, അവന് കള്ളനാണ് തങ്ങള്. മാലിക് തങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് കള്ളനാണെന്ന് പറയുന്നത്? ജനങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന് പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ട്. അത് എല്ലാ ദിവസവും പോകാറില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ട് കഫംതുണി മോട്ടിക്കാൻ പോകുന്നതാണെന്ന്. ഇമാം മാലിക് തങ്ങളോട് തന്റെ ജനത വന്ന് പറയുമ്പോ, അവിടെ തന്റെ അടിമയെ കുറിച്ച് കള്ളനാണെന്ന് പറയുമ്പോ ഇമാം മാലിക് തങ്ങൾക്ക് വലിയ സങ്കടമായി. എന്തിനാണ് പടച്ചവനെ എന്റെ അടിമ ഖബറിലേക്ക് പോകുന്നത്? അതും ആരെങ്കിലും മരിച്ചാൽ ദിവസം മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ പടച്ചവനെ ഇമാം മാലിക് തങ്ങൾക്ക് സംശയമായി. പടച്ചവനെ, ആരെങ്കിലും ഒന്ന് മരിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാ. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്. മയ്യത്തെല്ലാം കൊണ്ടുപോയി ഖബറടക്കി. രാത്രിയായി. ഇമാം മാലിക് തങ്ങൾ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. ഇമാം മാലിക് തങ്ങൾ ഉറങ്ങി എന്ന് മനസ്സിലാക്കുമ്പോ അടിമ എഴുന്നേൽക്കുകയാ. എന്നിട്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. പടച്ചവനെ, ഇമാം മാലിക് തങ്ങളെ പുറകെ പോവുകയാ. ഈ മനുഷ്യൻ പള്ളിയുടെ ഒരു മൂലയിലേക്ക് കടന്നു തന്നു. ഒരു ചങ്ങല എടുക്കുകയാ. എന്നിട്ട് പടച്ചവനെ, അന്ന് കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി. ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് മുട്ടുകുത്തിയിരിക്കുകയാണ്. രണ്ട് കയ്യും ചങ്ങല കൊണ്ട് കെട്ടുകയാണ്. ഇമാം മാലിക് തങ്ങൾ നോക്കുമ്പോ രണ്ട് കയ്യും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് ഈ മനുഷ്യനാ ഖബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഖബറിന്റെ അകത്ത് അല്ലാഹുവേ വിചാരണ നടക്കുകയാ. ഈ മനുഷ്യന്റെ ഒന്നാമത്തെ രാത്രിയാണ്. ജീവിതത്തിലെ ഖബറിലെ ഒന്നാമത്തെ രാത്രിയാ. ഈ മനുഷ്യന്റെ ഖബറിന്റെ അകത്ത് വിചാരണ നടക്കുകയാണ്. റബ്ബേ, ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഏക സ്ഥലം ഖബറാണല്ലോ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട്. ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും
സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും. പക്ഷേ ഈ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്നെന്റെ ഭാര്യയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പടച്ചവനെ, പരലോകത്ത് സിറാജ് മാത്രമല്ല, അല്ല എനിക്ക് സ്വർഗം തന്ന സ്വർഗവാസികളുണ്ട്, നരകത്തിലാണെങ്കിൽ നരകവാസികളുണ്ട്. എവിടെ ചെന്നാലും കൂട്ടുകാരുണ്ട്, കൂട്ടിനാളുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പള്ളിപ്പറമ്പിൽ പോകടാ, പല പള്ളിയിലും ഖബറ് കുടിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പോയിട്ട് നോക്കുമോനെ, ഖബറിന്റെ ആഴമൊന്ന് നോക്കടാ. പേടിയല്ലേ നിനക്കിറങ്ങാൻ? ധൈര്യമുണ്ടെങ്കിലും ഒന്ന് ഇറങ്ങണം. ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടൊന്ന് കടന്നു നോക്കണം. ചെറുപ്പക്കാരാ, പേടിയാടാ നിനക്ക്? ഞാൻ കിടന്നിട്ടുണ്ട് സഹോദരാ, ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പോയിട്ടൊന്ന് കടന്നു നോക്കണം. അല്ലാഹുവേ, ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? നിന്റെ അഹങ്കാരം മുഴുവനും തീരുവടാ, നിന്റെ സർവഹങ്കാരം തീരും. പള്ളിപ്പറമ്പിൽ പോയിട്ട് ഖബറിന്റെ അകത്തുനിന്ന് ഇറങ്ങി നിന്ന് നോക്കിയാ മതി. എങ്ങനെ കേറുവടാ ചെറുപ്പക്കാരാ? മോനെ, മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ അടിമയാ ഖബറിന്റെ ചാരത്ത് പോയിട്ട് കയ്യില് ചങ്ങല കെട്ടിയിട്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, ഇപ്പൊ ഇതിനകത്ത് ചോദ്യം നടക്കുകയാ. ഈ മനുഷ്യൻ ഏകനാണ് റബ്ബേ, ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ് റബ്ബേ. ഞാനും ഒരു ദിവസം ഇതുപോലെ എന്നെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുമല്ലോ. ഞാനും ഖബറിന്റെ അകത്ത് വന്ന് കിടക്കേണ്ടവനാണ്. എന്റെ കയ്യിൽ നിസ്കാരമില്ല, എന്റെ കയ്യിൽ പടച്ചവനെ ഒരുപാട് സദഖ ചെയ്ത പ്രതിഫലമില്ല, ഒരുപാട് നന്മകൾ എന്റെ കയ്യിലില്ല റബ്ബേ. ഞാൻ പാവപ്പെട്ടവനാണ് റബ്ബേ, ഞാൻ പാവപ്പെട്ടവനാണ് റബ്ബേ. എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാ. പക്ഷേ ഖുർആനോദിയിട്ട് കരഞ്ഞ, നിന്നെ ഭയന്നിട്ട് കരഞ്ഞ, അവനെ നരകം തൊടില്ലല്ലോ അല്ലാ. അതുകൊണ്ട് പാതിരാത്രിയിൽ ഖബറിന്റെ ചാരത്ത് പോകുകയാ. അതുകൊണ്ടാ തഴവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം. ഖബറ് കണ്ടാ കരയണം, ഖബറ് കണ്ടാ കരയണം. ഇമാം മാലിക് തങ്ങളുടെ അടിമയാ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് രണ്ട് കയ്യിലും ചങ്ങല കെട്ടിയിട്ട് ഒരു ആയത്തോതിയിട്ട് നിലവിളിക്കുകയാ. ആ പള്ളിപ്പറമ്പിലിരുന്നിട്ട് ഒരായത്തോതിയിട്ട് നിലവിളിക്കുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറദ്ദിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ. ഇങ്ങനെ ഓതി ആ പരിശുദ്ധമായ ഖുർആനിൽ നരകത്തിന്റെ അവകാശികളെ അല്ലാഹു ചങ്ങലയിൽ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ഇന്നലദൈനാ അൻകാലം വജഹീമാ യായത്തോതിയിട്ടിരുന്ന് നിലവിളിക്കുകയാണ്. ഇമാം മാലിക് തങ്ങൾ ഓടുകയാ, ഇമാം മാലിക് തങ്ങൾ ഓടുകയാ. പടച്ചവനേ, ഈ
മനുഷ്യനെയാണല്ലോ കള്ളനെന്ന് വിളിച്ചത്, ഈ മനുഷ്യനെയാണല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിച്ചത്. ഈ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാ അല്ലാ. ഇമാം മാലിക് തങ്ങളും ഖബറിന്റെ ചാരത്ത് വന്നു. രണ്ടുപേരും ഇരുന്നിട്ട് ഈ ആയത്തോതിയിട്ട് കരയുകയാണ്. അവസാനം സുബഹിന്റെ സമയമായി. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഇമാം മാലിക് തങ്ങൾ തന്റെ ചാരത്തിരിക്കുന്ന ഈ അടിമയെ, ഈ മനുഷ്യനെ പോയിട്ട് വിളിക്കുകയാണ്. എഴുന്നേക്കുന്നില്ലടാ ചെറുപ്പക്കാരാ, നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ. ആയത്തോതി ഓതി അവിടെ കിടന്നു മരിച്ചു പോയടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയോ? നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹ്ദി സ്വന്തം കൈകൊണ്ട് ഖബർ കുടിച്ചു. ആ ഖബറിനകത്തിരുന്ന് 7000 ഖത്തം ഓതി ഉമ്മ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീണതൊരായത്തോതിയപ്പോഴാ. ഈ ആയത്തോതിക്കഴിഞ്ഞ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് വീഴുമായിരുന്നു. ഇന്നലദൈനാ അൻകാലം വജഹീമാ. നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീഴുമായിരുന്നു. 30 കൊല്ലം ഖബറിന്റെ അകത്തിരുന്ന മഹദിയാ നഫീസത്തുൽ മിസ്രിയ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണമല്ലാ. സീരിയലിന്റെ നടിയുടെ കഥയല്ല. ഈജിപ്തിൽ പോകുമ്പോ കാണാൻ നഫീസത്തുൽ മിസ്രിയുടെ ഖബർ. അല്ലാഹുവേ, ആ മഹദിയുടെ പൊരുത്തം തരണേ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് പണം കിട്ടാനല്ല, വീട് കിട്ടാനല്ല, നല്ല ജീവിതം കിട്ടാനല്ല. സ്വന്തം കൈകൊണ്ട് വീടിനകത്ത് ഖബർ കുടിച്ചു നഫീസത്തുൽ മിസ്രിയ. അല്ലാഹുവേ, ഒരു പ്രവാചകൻ പ്രസംഗിക്കുകയാണ്. സൂറത്തുൽ തകാസുർ, അൽഹാഖു മുത്തകാസുർ ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണു. നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് വീണു. എന്നിട്ട് എല്ലാവരും വഴുതുകടിഞ്ഞ് തിരിച്ചുപോയി. ഇപ്പോഴോ ബോധം വന്നപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിൽ വന്നിട്ട് ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തു മാറ്റിയിട്ട് ഖബർ കുഴിച്ചു. പെങ്ങളെ, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഖബർ കുഴിക്കുകയാ. ആരും കാണാതെ രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. പകല് മുഴുവനും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. ഒരുപാട് നാളുകൊണ്ട് തന്റെ വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചു. ഖബർ കുഴിക്കുമ്പോഴും നഫീസയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാ. വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഉറങ്ങാതെ ഖുർആൻ ഓതുകയാ. ഈ നഫീസത്തുൽ മിസ്രിയ ഖബറിന്റെ അകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഉറങ്ങാതെ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കാരവും ഖുർആൻ പാരായണവുമാണ്. മിസ്രിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്തൊരു സൗന്ദര്യമാടാ ചെറുപ്പക്കാരാ. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, മിസ്രിലെ പെണ്ണിന് വല്ലാത്ത ഗ്ലാമറാ. ഈ സുന്ദരിയായ നഫീസത്തുൽ മിസ്രിയോട് വീട്ടുകാര് വന്ന് കരയുന്നു. നഫീസ, കണ്ണു മുഴുവനും കറുത്തല്ലോ, നിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞല്ലോ, നിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ. എങ്ങനെ നടന്നവളാ നഫീസ, എന്തൊരു സുന്ദരിയായിരുന്നു നഫീസ. ഇങ്ങനെ നീ കടന്നാ മരിച്ചു പോകും നഫീസ. എല്ലാ ദിവസവും നീ എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാ ഉറക്കമൊഴിയുന്നത്? നിനക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെ? നഫീസത്തുൽ മിസ്രിയയെ തന്റെ കുടുംബക്കാര് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, 30 കൊല്ലം ഞാൻ അല്ലാഹുവോട് ചോദിച്ചത് 2 കാര്യമാ.
ഒന്ന് മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, രണ്ട് എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം. കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞുപോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ മരണമെടുത്തു. ഓടിച്ചെന്ന് കുളിച്ചുമ്മ സ്വന്തമായിട്ട് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫൻ തുണിയും എടുത്തുകൊണ്ടുവന്ന് ഖബറിന്റെ ചാരത്ത് കിടന്നു. സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടുന്ന് കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ വന്നിട്ട് പറഞ്ഞു, നഫീസ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു, നഫീസ നിന്നോട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുകയാ. നഫീസത്തുൽ മിസ്രിയുടെ റൂഹ് പിടിച്ചു. നഫീസത്തുൽ മിസ്രിയുടെ റൂഹ് പിടിച്ചു. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവോട് ചോദിച്ചിട്ട് വാങ്ങിച്ചതാ ഉമ്മ. അവിടുന്ന് റൂഹ് വിടുകുമ്പോ രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. അപ്പോഴാണ് ഖുർആൻ എടുക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ ഖുർആൻ എടുക്കുകയാ. എന്നിട്ട് ഓതിയ ആയത്ത് ഏതെന്നറിയോ? ലഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് നഫീസത്തുൽ മിസ്രി അപ്പോഴാണ് അങ്ങനെ ഖുർആനിന്റെ ആയത്ത് ഓതി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചതെന്ന് ചരിത്രം പറയുമ്പോ പഠിക്കേണ്ടത് നഫീസയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ കരയാൻ പറ്റുമോ? എല്ലാ സൂറത്ത് ഓതിയിട്ട് കരയണമെന്ന് പറയുന്നില്ല. അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. തരുന്ന പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്യാ. അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്യാ. ഈ സദസ്സിലും കൊണ്ട് തീരുമാനിക്ക്, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓതും ഉസ്താദ് ഇന്ന് വരെ വഅദ് കേട്ടതുപോലെയല്ല. ഇന്നൊരു കാര്യം തീരുമാനിക്കുകയാണ് ഉസ്താദേ, ഇൻഷാ അല്ലാഹ് അൽഹാഖ് മുത്തകാസുർ ഓതുന്ന സമയത്ത് ഞങ്ങൾ കരയാ പരിശ്രമിക്കും. കരച്ചൽ വരുന്നില്ലേ? ഞങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കാൻ തയ്യാറാ. അല്ലാഹുവേ ഭാഗ്യം തരണേ അല്ലാഹു കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അഭിനയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ അഭിനയിക്കൂലേ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോൾ കരയാൻ നോക്കും, പറ്റണില്ലേ? അഭിനയിക്കും. കൈപൊക്കി പ്രതിഫലം പറഞ്ഞ് പിരിയാ. ഇത് വാഗ്ദാനമാണ്, ഇത് വാക്കാണ്, പാലിക്കണം. അള്ളാന്റെ സ്വർഗത്തിൽ ഇരുന്നിട്ട് എടുക്കുന്ന വാക്കാ. ഇന്നത്തെ ഈ വഅദ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം. നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തെന്ന് പറയൂ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? എനിക്ക് നാളെ കണ്ണൂരാ. ഇന്ന് നാളെ ഇവിടെ വഅദ് പറയുന്ന ഉസ്താദ് അവിടെ വഅദ് പറഞ്ഞിരിക്കാം. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാം. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയ 1000 ആയത്തോതിയ പ്രതിഫലം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി വീടിന്റെ റൂമിനകത്ത് പോണം. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ബെഡ്റൂമിന്റെ അകത്ത് പോയിട്ട് ഉളുവെടുത്തിട്ട് കിടക്കാൻ വേണ്ടി കട്ടിലിരിക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കണം. ലൈറ്റ് ഓഫാക്കിയിട്ട് ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ സൂറത്ത് ഓതണം. അപ്പൊ അറിയാം അതിന്റെ ഫീലിംഗ്. മനസ്സറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കരയാൻ പറ്റൂല. അഭിനയിച്ചാ മതി. അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കരയും. നമ്മൾ അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കണ്ണ് നിറയും. അതാ ഖുർആൻ. പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആരെന്നറിയോ? ജനിച്ചപ്പോഴേ മുസ്ലിം ആയിരുന്നില്ല. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36ഓ 38ഓ വയസ്സ്, 8 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചത്. ഈ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങി. അതാ മുസ്ലിം.
56, 66, 76 വയസ്സുള്ള നീ മരിച്ച ആരുടെയെങ്കിലും അല്ലാഹു അഅലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയടാ. 6 കൊല്ലം ജീവിച്ചേ, 6 കൊല്ലം. ഈ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബിയുടെ മുഖത്ത് വല്ലാത്ത ഒരു ചിരി. നമ്മൾ പറയൂലേ ഇന്നും ഓർമ്മയില്ലേ സഹോദര നമുക്കൊക്കെ? നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാർ, അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ അടുത്തല്ലേ കിടക്കണേ, നിങ്ങൾ കണ്ടില്ലേ ആ മുഖം? എത്രയോ ഉസ്താദ്. എന്തിനാ അപ്പൊ ഉസ്താദന്മാര് പോണേ? ചില പ്രായമുള്ള വാപ്പമാരും ഉമ്മമാരും മരിച്ചു കിടന്നപ്പോ ജീവിച്ചിരുന്ന കാലത്ത് ഭർത്താവിന് ഭാര്യയുടെ കൂടെ പോകാറില്ല, ഭാര്യ എവിടെ പോകുമ്പോഴും ഭർത്താവിനെ കൊണ്ടുപോകാറില്ല, മാറി മാറി നടക്കും. എന്തേ? നിങ്ങൾക്ക് സൗന്ദര്യമില്ല എന്റെ കൂടെ വരാൻ. ചില പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു ഭർത്താവ് ആട്ടി ഓടിക്കും. പക്ഷേ പാപ്പാ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിയ നിന്റെ ഭാര്യ നീ മരിച്ചതിന് ശേഷം പറയും, എന്റെ കാട മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു ഗ്ലാമറായിരുന്നു. അങ്ങനെ മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പറഞ്ഞു. ചിലരൊക്കെ പറയും, ഉസ്താദേ എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചേ, എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ, സംസം വെള്ളം കുടിച്ച് ചിരിച്ചോണ്ടാ എന്റെ ഉമ്മ മരിച്ചേ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുവാണോ പോട്ടാ? ഇങ്ങനെ പറഞ്ഞു നടക്കാം. നമ്മളിങ്ങനെ പറയും, പെണ്ണുങ്ങൾ പറയാറുണ്ട്, എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്കൊന്നും കിട്ടൂല. ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റൂ. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഒന്ന്, ഈ സഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി, എല്ലാരും കരഞ്ഞു, ആ സഹാബി ചിരിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും കരയും. എല്ലാരും ഇന്ന് ചിരിക്കാൻ കാശ് വേണോ? ഒന്ന് ചിരിച്ചേപ്പാ, ഒന്ന് ചിരിക്കറോ, ഒന്ന് ചിരിക്ക്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ആർക്ക് വേണമെങ്കിലും ചിരിക്കാം. പക്ഷെ എപ്പോഴാ ചിരിക്കണ്ടേ? എപ്പോഴാ ചിരിക്കണ്ടേ? അന്തല്ലദീ വലദത്തു ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ വജിഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹിഖൻ സുറൂറ. എല്ലാരും കരയുന്ന ഒരു ദിവസമുണ്ട്. ഉമ്മ കരയും. എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയും, പ്രസവ വേദനയുടെ വേദനയിൽ എന്താ നിന്നെ പ്രസവിച്ചത്? പെണ്ണുങ്ങളൊക്കെ പറയാറില്ലേ? എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു ഡയലോഗാ, ഞാൻ നിന്നെ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്നത്. ചുമ്മാതാ, മരണവേദനയൊന്നുമില്ല പ്രസവത്തിൽ. ഉണ്ടോ? ചില പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പ്രസവത്തിന് മരണവേദനയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ പ്രസവവേദന. നീ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു എങ്ങനെയാണെന്ന്. അപ്പോൾ പറഞ്ഞു, നേഴ്സുമാര് കയ്യിൽ പിടിക്കുമത്രേ, അല്ലേ? നേഴ്സുമാരിങ്ങനെ കയ്യും കാലും ഒക്കെ പിടിച്ചു വെക്കും പ്രസവിക്കുന്ന സമയത്ത്. കൂടിപ്പോയ ഒരു 4 or 5 എത്ര പേരെ ഉണ്ടാകത്തുള്ളൂ എനിക്കറിയില്ല. പക്ഷെ റൂഹ് പിടിക്കുന്ന എത്ര മലക്കാന്നറിയാം. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം 3 or 4 നേഴ്സുമാരും ഡോക്ടറും കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് 70,000 മലക്കുകളാണ് കയ്യും കാലും പിടിച്ചു വെക്കണേ. ഒന്ന് ആലോചിക്കുക, 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കും. എടാ ചങ്ങാതി, കോഴിക്കടയിൽ പോയിട്ട് കോഴിയെ അറക്കുന്നത് കണ്ടിട്ട് നീ ഇങ്ങനെ സുഖിച്ചു നോക്കി നിൽക്കും. കാണാൻ നല്ല രസവാ. ചിറകിട്ടടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്, തലയിട്ടടിക്കുന്നുണ്ട്, അത് കടന്ന് പിടയുന്നുണ്ട്. എന്തിനാടാ പിടയണേ? മരണവേദന സഹിക്കാൻ പറ്റാതെയല്ലേ? നമ്മളതിങ്ങനെ നോക്കി രസിച്ച് കാണാൻ നല്ല രസം. പക്ഷെ എന്തുകൊണ്ടാ അത് ചെയ്യണത്? അത് മരണവേദന സഹിക്കാൻ പറ്റാതെയായി ഇത് ചെയ്യണേ. ആ കോഴിക്ക് കയ്യും കാലും തലയും ചിറകും ഇട്ടടിക്കാൻ ഭാഗ്യമുണ്ട്. നിനക്ക് അതിനു പോലും യോഗമില്ല. നിന്നെ വിടൂല അടിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? നമ്മൾ ജനിച്ചപ്പോ എല്ലാരും ചിരിച്ചു. ഉമ്മയും ബാപ്പയും എല്ലാരും ചിരിച്ചു. ഇബ്ലീസ് വരെ ചിരിച്ചു. പക്ഷേ നമ്മൾ കരയുകയായിരുന്നു.
നമ്മൾ കരഞ്ഞപ്പോ എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എടാ പ്രതികാരം ചെയ്യടാ, വാശിയുള്ളവനല്ലേ, പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാരൻ, ശപിക്കപ്പെട്ട ഇബ്ലീസ്, സർവ്വരും നീ കരഞ്ഞപ്പോ ചിരിച്ചവരാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഉമ്മാനെ തല്ലിയിട്ടല്ല, പാപ്പാനെ തല്ലിയിട്ടില്ല, പട്ടിണി കിട്ടിട്ടല്ല. പിന്നെ എപ്പോഴാ അവരെ കരയിപ്പിക്കേണ്ടത്? എടാ അവര് മുഴുവനും ഒരു ദിവസം കരയും, അന്ന് നീ ചിരിക്കും. ഒരു ദിവസം നിന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ സിറാജിനെ എന്റെ വീടിന്റെ ഹാളിന്റെ അകത്ത് ഇങ്ങനെ മലർത്തി കിടത്തും. അന്ന് എന്റെ ഭാര്യ സുമയ്യ കരയും, എന്റെ സിനാനും എന്റെ നഈമും കരയും, എന്റെ കൂടപ്പുറപ്പുകളും എന്റെ കുടുംബക്കാരും എന്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവരും മുഴുവനും കരയും. അന്ന് വെള്ള തുണിയുടെ അടിയിൽ കിടന്നിട്ട് ഞാൻ ചിരിക്കണം. അന്നാ ഞാൻ മനുഷ്യനാകുന്നത്.